നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുതുകൂത്ത് അല്ലാതെന്താ? കാറ്റ് കൊള്ളാനും കടല പറിക്കാനും അങ്ങനെ പ്രായമൊന്നുമില്ല കൊച്ചമ്മേ. അതെ, മനസ്സ് ചെറുപ്പമായിരുന്നാ മതി. എന്നാ പിന്നെ നീ അങ്ങ് മോഡേൺ ആകടാ. അതും എന്റെ മനസ്സിലുണ്ടമ്മേ. എന്റെ ആ ടീഷർട്ടും മുണ്ടും ഒക്കെ മാറ്റിയിട്ടേ നല്ല പ്രിന്റഡ് ഷർട്ടും ജീൻസും ഷൂസും പിന്നെ ശരത്തുമോന്റെ പുൽച്ചാടി ബൈക്കും ഒക്കെ ഓടിച്ച് പാർവതിക്ക് പിന്നെ ജീൻസും ടീഷർട്ടും മതിയെന്നാ പറഞ്ഞു. മനോഹരട്ടൊന്നും മിണ്ടാതിരിക്കെ. എന്തോ ഇങ്ങോട്ട് പാടി. സത്യം പറയടി, എവിടേക്കാ നിങ്ങൾ പോന്നേ? സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലമ്മേ. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലമ്മേ. സത്യവാന്റെ സാവിത്രിയല്ലേ? ഒരു കാര്യം ഓർത്തോ മനോഹര, നീ പെറ്റ തള്ളയുടെ മനസ്സ് നോവിച്ചിട്ടാ നീ പോന്നേ. നീ പോവുന്ന കാര്യം ഗുണം പിടിക്കാതെ പോവും. അത് പിന്നെ എനിക്കറിയാമല്ലോ. എന്തായാലും അമ്മയുടെ അനുഗ്രഹാശിസുകൾ കിട്ടിയല്ലോ. ഞങ്ങൾ ഇറങ്ങട്ടെ. വാ പാർവതി. ഇതിനെല്ലാം ധൈര്യം കൊടുക്കുന്ന അവരാ ആ ദേവിക. എന്നിട്ട് അവര് മാറി നിന്ന് ചിരിക്കുകയും ചെയ്യും. ആ ഉണ്ടക്കണ്ണി അപ്പുറത്തെങ്ങാനും കാണും, പോയി വിളിച്ചോണ്ട് വാ. വേണമെങ്കിൽ ഒന്നും ഇരിക്കണ്ട കേട്ടോ, ഞങ്ങള് പോയിട്ട് ഇപ്പൊ തന്നെ വരാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാരങ്ങാമിഠായി കൊണ്ടുവരാം കേട്ടോ. ഹലോ, നിങ്ങളെ മുത്തശ്ശി വിളിക്കുന്നു. എന്തിന്? അത് അവിടെ ചെന്ന് ചോദിച്ചാൽ മതി, എനിക്കൊന്നും അറിയില്ല. മുത്തശ്ശി ദേ വരുന്നുണ്ട്. ഓ വന്ദനം മഹാമാതേ. മുത്തശ്ശി വിളിച്ചു എന്ന് പറഞ്ഞു. ഉപവിഷ്ട ആയാലും വേണ്ട, ഞാനിവിടെ നിന്നോളാം. എവിടേക്കാടി മനോഹരനും പാർവതിയും പോയത്? എനിക്കറിയത്തില്ല. ഓ, അറിയാമെങ്കിലും ഇവര് പറയൂ. അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞ സത്യ. വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാ മതി. കണ്ടില്ലേ അവളുടെ അഹമ്മദി, കവളിനൊരു കുത്തു വെച്ചു കൊടുക്കും. എന്തോ കുത്തിത്തിരിപ്പിനാ രണ്ടും കൂടെ പോയിരിക്കുന്നെന്ന് എനിക്കറിയാം. അതെ, അതിൽ നിനക്കെന്തെങ്കിലും മനസ്സറിവുണ്ടെന്ന് അറിഞ്ഞ ബാക്കി ഞാൻ അന്നേരം പറയാം. ഇപ്പൊ പൊയ്ക്കോടി. ബഷീർ ഭായ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് നമുക്കറിയാം. എന്നാലും ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നമ്മളെ സ്വാമി എത്തിരി മോശമാണ്. ശരി. ആരാ സ്വാമി? അത് ബഷീർ ഭായ. ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നു, നിരഞ്ജ സാറ് ആ ക്ലിനിക്കിന് വേണ്ടി പ്രോപ്പർട്ടി നോക്കുന്ന കാര്യം. അതിന്റെ ആളല്ലേ? എന്താ ബഷീർ കാലുമാറിയോ? ബഷീർ ഭായ അങ്ങനെ ഒരാളല്ല സാർ. ഞാനത് നിരഞ്ജ സാറിനോടും പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർട്ടി എപ്പോ വേണമെങ്കിലും നമുക്ക് എഴുതാം. ആദ്യം നിരഞ്ജ പുറത്തു വരട്ടെ. മതി, അത് മതി. ബഷീർ ഭായിക്ക് ഒരു തിരക്കില്ല. സ്വാമി, അടുത്ത ദിവസം നമുക്കൊരു യാത്രയുണ്ടാവും. എവിടേക്കാണ് സാർ? അതൊക്കെ പിന്നെ പറയാം. ചിലപ്പോ ഒരു ദിവസം തങ്ങേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പ് വേണം. ശരി. നിരഞ്ജന്റെ അമ്മ ഇവിടെ ഉള്ളത് ഒരു ആശ്വാസം തന്നെയാ. അക്ഷരമോള് ഒറ്റയ്ക്കല്ലല്ലോ, പേടിക്കാതെ പോവാം. അക്ഷര മേഡത്തിന് ഇഷ്ടാവില്ല. അല്ലെങ്കിൽ ദേവിക മോളോട് ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറയരുത്. ദേവികയെ ബുദ്ധിമുട്ടിക്കണ്ട സാർ. എന്തായാലും നിരഞ്ജന്റെ അമ്മ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലൊന്ന് ഇൻഫോം ചെയ്യണമെന്ന് ആ സി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അക്ഷരയുടെ കാര്യത്തിൽ അവർക്കൊരു കൺസേൺ ഉണ്ട്. സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം സ്വാമി എന്നെ ഓർപ്പിക്കണേ. പോലീസിന്റെ നൈറ്റ് പെട്രോളിന്റെ റൂട്ട് അവർ ഇതുവഴി ആയിക്കോളും. ശരി.
സ്വാമിച്ചല്ലേ. അവിടെ നിൽക്കടി. നീ എന്തിനാ അവിടെ ഒളിഞ്ഞു നിന്നത്? ഞാൻ വെറുതെ പ്രകൃതി ഭംഗി കണ്ടു നിൽക്കുകയായിരുന്നു. മറഞ്ഞു നിന്നാണോ നീ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്? എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കും. ചിലപ്പോ തലയും കുത്തി നിന്നും ആസ്വദിക്കും. എടി, തല കിഴക്കനാമ്പാട് ജനിച്ചിട്ടുള്ളവർക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലും കേൾക്കാനാണെങ്കിൽ ഇങ്ങനെ മറഞ്ഞു നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. എന്നോടൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരുമല്ലോ. അളിയ, ചേച്ചിമ്മ സില്ലുമോൾ എന്തിയെ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അവർ അമ്പലത്തിൽ പോയിരിക്കുക. ഓ, പ്രേമ പൂർവാധീന ശക്തിയോടെ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞു വന്നാ തോന്നുന്നു. എങ്ങനെയെങ്കിലും അളിയന്റെ മനസ്സ് മാറ്റിയെടുക്കണ്ടേ? അതിന് ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാൻ പോയിരിക്കുക. പിന്നെ വേറെന്തൊക്കെ വഴിപാടുകളുണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രേമയ്ക്ക് പണ്ടേ ഈശ്വരവിശ്വാസം ഉള്ളതാ രംഗ. ഭക്തി വേണം, അത് നല്ലതാ. പക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അമ്പലത്തിൽ പോവുകയും വഴിപാട് നടത്തുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിർത്ത്, ഇതാ വീട്. വാ. അതെ, സത്യത്തിൽ പേടി കൊണ്ട് എന്റെ നെഞ്ചു പൊട്ടിപ്പോകുന്നു തോന്നുന്നു. എന്തിനാ? നീ എന്താ ഇവിടെ വല്ലതും മോഷ്ടിക്കാൻ വന്നോ? അല്ലല്ലോ. എന്നാലും സിദ്ധുവിന്റെ അച്ഛൻ സംസാരിക്കണമെന്ന് പറഞ്ഞ പാടെ നമ്മൾ ചാടിക്കേറി ഇങ്ങോട്ട് വരണായിരുന്നു. പാർവതി, ഓരോ സമയത്ത് ഓരോ രീതി സംസാരിച്ചാലുണ്ടല്ലോ, നീ ഇവിടെ വെച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എടി, നീ തന്നെയല്ലേ പറഞ്ഞത് നേരിട്ട് വന്ന് സംസാരിക്കാം, മുഖാമുഖം നോക്കി സംസാരിക്കാം എന്നൊക്കെ? അതൊക്കെ ശരിയാ. എന്നാലും ഇവിടെ വന്നപ്പോ ഒരു നെഞ്ചിടിപ്പ്. സിദ്ധുവിന്റെ അച്ഛൻ എന്തു പറയാനാ വിളിച്ചെന്ന് നമുക്ക് അറിയില്ലല്ലോ. നേരിട്ട് കാണണമെന്നോ ഇങ്ങോട്ട് വരാനോ അദ്ദേഹം പറഞ്ഞതുമില്ല. അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും നേരിട്ട് എത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്റെ പാർവതി, മറഞ്ഞു നിന്ന് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒളിഞ്ഞും മറഞ്ഞും അല്ലാതെ മുഖാമുഖം കണ്ട് കണ്ണി കണ്ണി നോക്കി സംസാരിക്കാം. അതാ എന്റെ രീതി. എന്റെ പാർവതി, അത് തന്നെയാ വേണ്ടതും. നീ വാ. അയ്യോ, ആ വരുന്നത് നമ്മുടെ സുധിയുടെ അമ്മയച്ഛനും അല്ലേ? അതെ. അച്ഛനെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ നേരിട്ട് വരുന്നൊന്നും കരുതിയില്ല. നേരിട്ട് വരുന്നവരാടാ ധൈര്യമുള്ളവര്. അവര് വരട്ടെ. വന്നാട്ടെ. രാവിലെ തിരിച്ചു അല്ലേ? അതെ. ഓട്ടോ ഒക്കെ പിടിച്ച് ഇങ്ങ് എത്തണ്ടേ? ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ സിദ്ധുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേനെ. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച യാത്രയാ, അതാ വിളിച്ചു പറയാതെ ഇങ്ങ് പോന്നേ. മോന് സുഖമല്ലേ? സുഖാണമ്മേ. എന്തേ സിദ്ധുമോന്റെ ചേച്ചി അനിയത്തിയൊക്കെ? അവർ അമ്പലത്തിൽ പോയിരിക്കുക. രാവിലെ പോയതാ, ഇപ്പൊ എങ്ങ് വരും. ആണോ? നമുക്ക് അകത്തിരിക്കാം, വരൂ. ഇരിക്കണം. ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോണായിരുന്നു. സിദ്ധുവിന്റെ അച്ഛൻ എന്തോ പറയാനുണ്ടെന്ന്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് സുധിയുടെ അച്ഛൻ അറിയാമല്ലോ. കുട്ടികളുടെ കാര്യം തന്നെയാണ്. ഇവൻ അവിടെ വന്നൊരു കല്യാണാലോചന നടത്തി. അത് അവിടെ ഇവിടെയൊക്കെ വലിയ ഭൂകമ്പവുമായി. അറിയാമല്ലോ. അറിയാം. പക്ഷേ ഇവിടുത്തെ സ്വസ്ഥത എടുത്താൻ ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം. നമ്മൾ സ്വസ്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ചില സമയത്ത് നമുക്കും സമൂഹത്തിനുമൊക്കെ സ്വസ്ഥതക്കേടാവും. അച്ഛാ, അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചാൽ ഉള്ള സ്വസ്ഥതയോടെ പോകത്തല്ലേ ഉള്ളൂ. ഇതിനൊരു അവസാനം വേണം. ദേവികയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയോ? അനുകൂലമായോ പ്രതികൂലമായോ?
അത് മറച്ചു വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുധയുടെ ഓർമ്മകൾ ജീവിക്കാനാ ദേവികമൊക്കെ ഇഷ്ടം. സുധിമോൻ മരിച്ച ശേഷം ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചതാ. പക്ഷേ സുധിമോൻ ബാക്കി വെച്ച കടമകൾ ചെയ്ത് ഞങ്ങളെ നോക്കി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മകളായി തുടരാനാ ദേവിക മോൾക്ക് ഇഷ്ടമെന്നാ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്നൊരു എടുത്തിയാട്ടം പോലെ മോൾ ഇവിടെ വന്നത്. അതിന്റെ പേരിലാണല്ലോ ഇവിടെ നടക്കാനിരുന്ന ചടങ്ങ് മുടങ്ങിയതൊക്കെ. ആ, അത് വിടും, കഴിഞ്ഞത് കഴിഞ്ഞു. ഒരർത്ഥത്തിൽ അതിപ്പോ നല്ലതായി എന്ന് ചിന്തിക്കുന്ന ആളാ ഞാൻ. അതേപ്പറ്റി നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം.